അസീമുള്ള ഖാൻ. അദ്ദേഹമാണ് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത്. ഒരു മുസ്ലിമാണ് തയ്യാറാക്കിയത് എന്തുകൊണ്ട് ഇനി നാളെ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കേണ്ടതെന്ന് അവർ വെക്കുമെന്നറിയില്ല. മുസ്ലിം നാമധാരികൾക്ക് പൗരത്വം പോലും നിഷേധിക്കണമെന്ന് വാശി പിടിക്കുന്ന RSSകാര് നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക ചരിത്രത്തെ തന്നെ നിഷേധിക്കാനാണ് തയ്യാറാകുന്നത്. താജ്മഹലും അതുപോലെ തന്നെ ഫത്തേപൂർ സിക്രിയും ജുമാ മസ്ജിദുമൊക്കെ നമ്മുടെ രാജ്യത്ത് പടുത്തുയർത്തിയത് മുഗൾ രാജാക്കന്മാരാണ്. ഇപ്പോഴും നമ്മുടെ രാഷ്ട്രവും നമ്മുടെ നാടിനെ, നമ്മുടെ രാജ്യത്തെ അറിയുന്നവരുമെല്ലാം ഏറ്റവും അധികം വിലമതിക്കുന്ന സ്മാരകങ്ങളായിട്ടാണ്, ഇന്ത്യയുടെ സ്വത്തായാണ് ഇതിനെ കാണുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന RSSകാർ അറിയോന്നറിയില്ല, ഷാജഹാൻ ചക്രവർത്തിയുടെ മൂത്ത മകൻ ദാരാ ഷിക്കോ, അദ്ദേഹം സംസ്കൃതം പഠിച്ച് 50 ഉപനിഷത്തുക്കളാണ് പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഉപനിഷത്തുക്കളുടെ സാരം ലോകം അറിയുന്നതിന് ഇടയായത്. പേർഷ്യയിലേക്ക് അദ്ദേഹം ഉപനിഷത്തുക്കൾ തർജ്ജമ ചെയ്തപ്പോൾ ആ തർജ്ജമ ചെയ്ത ഉപനിഷത്തുക്കൾ പിന്നീട് ഡ്യൂപ്പറോൺ എന്ന പാതിരി ലത്തീൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാൻ തയ്യാറായി. അവിടുന്നത് പിന്നീട് ഷോപ്പനോവറെ പോലുള്ളവർ ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തി. അപ്പോൾ ലോകമാകെ ഉപനിഷത്തിൻ്റെ സാരം എത്തിച്ചേർന്നു. അതിനിടയാക്കിയത് ഷാജഹാൻ്റെ മകൻ ദാരാ ഷിക്കോ ആയിരുന്നു എന്നത് RSSകാർ അറിയുമെന്നറിയില്ല. ഇപ്പോൾ ചില പരിപാടികളിലൊക്കെ ചില സംഘപരിവാർ നേതാക്കൾ വന്ന് അവരുടെ മുന്നിലിരിക്കുന്ന ആളോട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കണമെന്ന് പറയുന്നില്ലേ? ഈ ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം ആരാണ് ഉണ്ടാക്കിയത്? ഏതെങ്കിലും സംഘപരിവാറുകാരനാണോ? അത് സംഘപരിവാറുകാർക്ക് അറിയുമെന്നറിയില്ല. അയാളുടെ പേര് അസീമുള്ള ഖാൻ എന്നാണ്. അസീമുള്ള ഖാൻ ഈ പറയുന്ന സംഘപരിവാറിൽപ്പെട്ടയാളല്ല എന്നത് അവർക്കറിയുമെന്നറിയില്ല. ഏതായാലും 19-ാം നൂറ്റാണ്ടിൽ മറാം വംശത്തിലെ പേർഷ്യയായിരുന്ന, മറാഠ വംശത്തിലെ പേർഷ്യയായിരുന്നു നാനാ സാഹേബ്. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ഈ പറയുന്ന അസീമുള്ള ഖാൻ. അദ്ദേഹമാണ് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത് എന്നത് ഓർക്കണം. ഒരു മുസ്ലിമാണ് തയ്യാറാക്കിയത് എന്തുകൊണ്ട് ഇനി നാളെ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കേണ്ടതെന്ന് അവർ വെക്കുമെന്നറിയില്ല. അതേപോലെ തന്നെ പഴയ ഒരു ഡിപ്ലോമാറ്റായിരുന്നു ആബിദ് ഹസൻ സഫ്രാനി. അദ്ദേഹമാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യമുണ്ടാക്കിയത്. അപ്പോൾ ജയ് ഹിന്ദും മുസ്ലിമിൻ്റെ സംഭാവനയാണ് എന്നർത്ഥം. അതുകൊണ്ട് മുസ്ലിങ്ങളെയെല്ലാം പാകിസ്ഥാനിലേക്ക് കെട്ടുകെട്ടിക്കണം, അല്ലെങ്കിൽ ഈ രാജ്യം വിട്ടു പോകണം എന്ന് ആക്രോശിക്കുന്ന സംഘപരിവാറുകാർ ഈ ചരിത്രം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇവിടെ മുഹമ്മദ് ഇക്ബാലിനെ പറ്റി RSSകാർക്ക് അറിയുമെന്നറിയില്ല. നമ്മുടെ രാജ്യം അംഗീകരിച്ച ഏറ്റവും വലിയ ദേശഭക്തി ഗാനം സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര, അത് പാടിയത് മറ്റാരുമായിരുന്നില്ല, മുഹമ്മദ് ഇക്ബാലായിരുന്നു എന്നത് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം, ചരിത്രം, അതെല്ലാം കൂടുതൽ പ്രകാശപൂർണമാക്കുന്നതിൽ മുസ്ലിം ഭരണാധികാരികളും സാംസ്കാരിക നായകരും ഉദ്യോഗസ്ഥരും എല്ലാവരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിൽ എല്ലാവരുടെയും കൂടെ മുസ്ലിമും വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇവിടെ അതിൻ്റെ വാര്യംകുന്നത്തിൻ്റെ നാടാണിത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ ഞാൻ കടന്നു പോകേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഇതെല്ലാം ഇല്ലാതാക്കാൻ BJPയും RSSും ശ്രമിച്ചാൽ ആത്മാഭിമാനവും ജനാധിപത്യബോധവുമുള്ള കേരളം ഒരു തരത്തിലും അത് അംഗീകരിക്കില്ല എന്നത് ഇപ്പോഴും ആവർത്തിക്കാൻ
ഞാൻ ഉദ്ദേശിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചാണ് നാം ഇന്നിവിടെ ഗൗരവമായി ചർച്ച ചെയ്യുന്നത്. ഒരുപാട് വിദഗ്ധരും അതേപോലെ പണ്ഡിതരും നേതാക്കളുമെല്ലാം ഈ വേദിയിൽ അണിനിരന്നിട്ടുണ്ട്. അപ്പോൾ വളരെ വിശദമായി പോകേണ്ടതുണ്ടോ എന്നൊരു സംശയത്തിലാണ് ഞാൻ തുടങ്ങുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ തൊട്ട് കിടക്കുന്ന ചില രാജ്യങ്ങൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഇവിടങ്ങളിൽ നിന്ന് രാജ്യത്തിലേക്ക് കുടിയേറുന്ന ആളുകൾക്ക് പൗരത്വം നൽകുക, ഇതാണ് പൗരത്വ നിയമ ഭേദഗതിയുടെ ഉദ്ദേശമെന്നാണ് ഇന്ത്യ ഗവൺമെൻറ് ആദ്യം പറഞ്ഞത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുടിയേറുന്നവർ എന്ന് പറയുന്നവർ അഭയാർത്ഥികളായിട്ട് എത്തിപ്പെടുന്നവരാണ്. ആ അഭയാർത്ഥികളായിട്ട് എത്തിപ്പെടുന്നവരെ ഒരു രാഷ്ട്രവും മതാടിസ്ഥാനത്തിൽ വേർതിരിക്കാറില്ല. പക്ഷേ നമ്മൾ ചെയ്തത്, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ചെയ്തത്, BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് ചെയ്തത് ഈ അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കലാണ്. എന്നിട്ട് അവർ പറഞ്ഞു 6 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മാത്രമേ ഇവിടെ അർഹതയുണ്ടാവൂ പൗരത്വത്തിന്. 6 ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഹിന്ദുക്കൾ, ജൈനർ, സിഖുകാർ, ബുദ്ധമതക്കാർ, ക്രിസ്ത്യാനികൾ, പാഴ്സികൾ. ഇതിൽ ബോധപൂർവം മുസ്ലിം അടക്കമുള്ള മറ്റു വിഭാഗക്കാരെ ഒഴിവാക്കുകയായിരുന്നു. ഇവിടെ ആ നിയമമാണ് 2019 മോദി സർക്കാർ പാസാക്കിയത്. മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് മതസ്ഥർക്ക് പൗരത്വത്തിനുള്ള അപേക്ഷ പോലും നൽകാൻ കഴിയില്ല. ഇത് ലോകത്തൊരിടത്തുമില്ലാത്ത ഒരു രീതിയാണ്. അഭയാർത്ഥികളോട് ഒരു രാഷ്ട്രവും സ്വീകരിക്കാത്ത രീതിയാണ്. നമ്മുടെ അയൽപക്കത്ത് ഉള്ളവർ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ അതിനകത്ത് വിവിധ വിഭാഗങ്ങളുണ്ട്. അയൽപക്കങ്ങളിലുള്ള രാഷ്ട്രങ്ങളിൽ വലിയ തോതിൽ ന്യൂനപക്ഷമായിട്ടുള്ള ഒട്ടേറെ വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിൽ അഹമ്മദിയ മുസ്ലിങ്ങളുണ്ട്. അതേപോലെ അഫ്ഗാനിസ്ഥാനിൽ ഹസാര വിഭാഗക്കാരുണ്ട്. നമ്മുടെ അതിർത്തിയിലുള്ള മ്യാൻമാറിൽ റോഹിംഗ്യകളുണ്ട്. ശ്രീലങ്കയിൽ തമിഴ് വംശജരുണ്ട്. ഇവർക്കൊന്നും ഇവിടെ പൗരത്വത്തിന് അർഹതയില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. മാത്രമല്ല, റോഹിംഗ്യൻ അഭയാർത്ഥികളെ നാടുകടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകാനും കേന്ദ്ര സർക്കാർ തയ്യാറായി. അതിൻ്റെ വാർത്ത ഈ അടുത്ത ദിവസങ്ങളിലും പത്രങ്ങളിൽ വന്നതാണ്. അപ്പോൾ വ്യക്തമായ ഒരു കാര്യം, കുടിയേറിയ മുസ്ലിങ്ങളുടെ പൗരത്വം നിയമവിരുദ്ധമാക്കുക, ഇതാണ് ഈ പറഞ്ഞ പൗരത്വ നിയമ ഭേദഗതിയുടെ ലക്ഷ്യം. ഇത് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ലോകത്ത് ഒരു രാജ്യവും ചെയ്യാത്ത കാര്യമാണ് നാം ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിൽ ആ ഘട്ടത്തിൽ ഉയർന്ന പ്രതിഷേധം നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും. എന്നാൽ നമ്മുടെ നാട് മാത്രമല്ല പ്രതിഷേധിച്ചത്. എവിടെയുമില്ലാത്ത ഒരു രീതി ഇവിടെ സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ ഐക്യരാഷ്ട്രസഭ തന്നെ അതിനെതിരെ രംഗത്ത് വന്നു. ആംനസ്റ്റി ഇൻ്റർനാഷണൽ രംഗത്ത് വന്നു. ഇങ്ങനെ ലോക സംഘടനകൾ പ്രധാനപ്പെട്ടതെല്ലാം ഈ മതത്തെ പൗരത്വത്തിന് അടിസ്ഥാനമാക്കി മാറ്റുന്നതിനെതിരെ
പരസ്യമായി രംഗത്ത് വന്നു. എന്നാൽ മറ്റ് രാജ്യങ്ങളും അതിനെതിരെ രംഗത്ത് വന്നു. അതിൽ ഏറ്റവും പ്രധാനമായി കണക്കാക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ അമേരിക്കയുടെ മുന്നിൽ അടിയറവെക്കുന്ന നിലപാടാണ് മോദി ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നത്. ഇന്ത്യയെ അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കി മാറ്റിയിരിക്കുകയാണ്. ആ അമേരിക്ക ഈ നിലപാടിനെ കഠിനമായി വിമർശിച്ചു. ഇത് അംഗീകരിക്കാനാവില്ല എന്നവർ തുറന്നു പറഞ്ഞു. ലോകരാഷ്ട്രങ്ങൾ, ചൈനയെപ്പോലുള്ള രാഷ്ട്രങ്ങൾ, പശ്ചിമേഷ്യയിലുള്ള രാഷ്ട്രങ്ങൾ, അങ്ങനെ ഒട്ടനവധി രാഷ്ട്രങ്ങളാണ് ഇതിനെ തള്ളിപ്പറഞ്ഞത്. മാത്രമല്ല, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ആ ഘട്ടത്തിൽ ജപ്പാനിലെ പ്രധാനമന്ത്രി ഒരു ഇന്ത്യ സന്ദർശനം തീരുമാനിച്ചിരുന്നു. ആ ഇന്ത്യ സന്ദർശനം തീരുമാനിച്ച തീയതി അടുത്ത് വന്നപ്പോഴാണ് ഈ പറയുന്ന പൗരത്വ നിയമ ഭേദഗതി പാസ്സായത്. അപ്പോൾ ആ പ്രധാനമന്ത്രി, നമ്മുടെ രാജ്യത്തിൻ്റെ അടുത്ത സുഹൃത്ത് രാഷ്ട്രമാണ് ജപ്പാൻ, പക്ഷേ അദ്ദേഹത്തിന് ഈ നടപടി അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഇതുപോലൊരു കിരാത നടപടി, മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്ന ഒരു നടപടി, അത് വന്നപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തൻ്റെ ഇന്ത്യ സന്ദർശനം റദ്ദ് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഇങ്ങോട്ട് വരാൻ നിശ്ചയിച്ച ജപ്പാൻ പ്രധാനമന്ത്രി വരാതായി. ഇവിടെ ആ ഘട്ടത്തിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരുന്ന ബംഗ്ലാദേശിലെ വിദേശകാര്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉണ്ടായിരുന്നു. ഈ പ്രഖ്യാപനം വന്നപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവർ സന്ദർശനം മതിയാക്കി രാജ്യം വിട്ടു, അവരുടെ രാജ്യത്തിലേക്ക് തിരിച്ചുപോയി. ഇതെല്ലാം ലോകരാഷ്ട്രങ്ങൾ എങ്ങനെ ഈ നടപടിയെ കണ്ടു എന്നതിൻ്റെ ഉദാഹരണമാണ്. എല്ലാവരും അപലപിച്ചു. പക്ഷേ ആ അപലപിച്ചതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ ഗവൺമെൻറ് കൈക്കൊണ്ടത്. ഇതായിരുന്നു നേരത്തെ ഹിറ്റ്ലറുടെയും മനോഭാവം. ലോകമാകെ ഹിറ്റ്ലർ സ്വീകരിക്കുന്ന നടപടികളെ അപലപിക്കുമ്പോഴും താൻ നിശ്ചയിച്ച വഴിയിലൂടെ മുന്നോട്ട് പോകുമെന്ന നിർബന്ധ ബുദ്ധിയായിരുന്നു ഹിറ്റ്ലർക്ക് കാണിച്ചിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ നാസിസ്റ്റ് രീതിയുടെ ഭാഗമായിരുന്നു, ഫാസിസ്റ്റ് രീതിയുടെ ഭാഗമായിരുന്നു. അവിടെ നാസികൾ അവിടുത്തെ ജൂതരെയാണ് ലക്ഷ്യമിട്ടതെങ്കിൽ ഇവിടെ RSSകാർ മുസ്ലിമിനെ ലക്ഷ്യമിട്ടുകൊണ്ട് കാര്യങ്ങൾ നീക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. നാം കാണേണ്ടത്, പൗരത്വ നിയമം ആദ്യമായി നാം പാസ്സാക്കുന്നത് 1955-ലാണ്. അതിനുശേഷം വിവിധ ഘട്ടങ്ങളിൽ അതിന് ഭേദഗതികൾ വന്നിട്ടുണ്ട്. ആസാം അക്കോർഡിനെ തുടർന്ന് 1986-ൽ ആദ്യത്തെ ഭേദഗതി വന്നു. പിന്നീട് 1992, 2002, 2015 ഇങ്ങനെ ഭേദഗതികൾ നിരവധി വരികയുണ്ടായി. പക്ഷേ ഇതൊന്നും മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്നതായിരുന്നില്ല. എന്നാൽ RSS അജണ്ട ആദ്യമായി ഈ പൗരത്വ ഭേദഗതിയിൽ കൊണ്ടുവരുന്നത് വാജ്പേയി സർക്കാരാണ് 2003-ൽ. അന്ന് ഒരു പ്രത്യേക പദം ഈ നിയമത്തിലേക്ക് കൊണ്ടുവന്നു. അത് അനധികൃത കുടിയേറ്റക്കാർ എന്നായിരുന്നു. വേറൊന്നും പറഞ്ഞില്ല. അനധികൃത കുടിയേറ്റക്കാർ എന്ന സംജ്ഞ ഈ നിയമത്തിൽ വാജ്പേയി സർക്കാർ കൊണ്ടുവന്നവിടെ വെച്ചു. പക്ഷേ അതിനെ മതാടിസ്ഥാനത്തിൽ നിർവചിക്കാനൊന്നും പോയില്ല. നാം കാണേണ്ടത് അത് തുടക്കമായിരുന്നു. RSSൻ്റെ അജണ്ടയുടെ തുടക്കം കുറിച്ചു വെച്ചതാണ്. ഇവിടെ മറ്റൊരു കാര്യം ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വാജ്പേയിയുടെ ഗവൺമെൻറ് പറഞ്ഞു വെച്ചു. അത് ദേശീയ പൗരത്വ രജിസ്റ്റർ NRC ഈ ഭേദഗതിയുടെ ഭാഗമാക്കിയതാണ്. അതും ഇതിൻ്റെ RSS അജണ്ടയുടെ
ഭാഗമായി കൊണ്ടുവന്ന കാര്യമായിരുന്നു. ഇതിൻ്റെ വിപുലീകരണമാണ് 2019 മോദി സർക്കാർ സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മതത്തെ പൗരത്വം നിർണയിക്കുന്നതിൻ്റെ അടിസ്ഥാനമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ സംഘപരിവാറിൻ്റെ അജണ്ട, വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം, അത് കൃത്യമായി നടപ്പാക്കുന്ന നിലയിലാണ് എത്തിയത്. ഇത് നമ്മുടെ രാജ്യം അംഗീകരിച്ച മതേതരത്വത്തിൻ്റെ പൂർണ്ണമായ ലംഘനമാണ്. ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ്. ഇവിടെ കാണേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഭരണഘടന ഒരു കാര്യം ഉറപ്പ് നൽകുന്നുണ്ട്, അത് മൗലികാവകാശങ്ങളാണ്. ആ മൗലികാവകാശങ്ങളെ ഹനിക്കുന്ന ഒരു നിയമവും പാസാക്കാൻ ഇവിടെ ഒരു സർക്കാരിനും അധികാരമില്ല. ഇത് വ്യക്തത വരുത്തിയ കാര്യമാണ്. എങ്ങനെ വ്യക്തത വരുത്തിയത്? നിയമ പോരാട്ടത്തിലൂടെ വ്യക്തത വരുത്തിയ കാര്യമാണ്. നേരത്തെ സുപ്രീം കോടതി അസന്നിഗ്ധമായി നീണ്ട വാദങ്ങൾ കേട്ടതിന് ശേഷം പ്രഖ്യാപിച്ച കാര്യമാണ്. മൗലികാവകാശങ്ങൾ ഹനിക്കത്തക്ക രീതിയിലുള്ള ഒരു നിയമം കൊണ്ടുവരാൻ അധികാരമില്ല എന്നത്. അപ്പോൾ ഒരു സർക്കാരിനോ നിയമസഭാ നിർമ്മാണ സമിതികൾക്കോ അസംബ്ലിക്കോ പാർലമെൻറ്റിനോ ഒന്നും അത്തരമൊരു നിയമം കൊണ്ടുവരാൻ അധികാരം നൽകുന്നില്ല. നമ്മുടെ ഭരണഘടന ഈ രാജ്യത്ത് ജീവിക്കുന്നവർക്ക് ചില പ്രത്യേക അവകാശങ്ങൾ നൽകുന്നുണ്ട്. അത് പൗരർക്ക് മാത്രമല്ല, പൗരന്മാരായവർക്ക് മാത്രമല്ല, രാജ്യത്ത് ജീവിക്കുന്നവർക്ക്. അത് നിയമത്തിന് മുന്നിലുള്ള തുല്യതയാണ്. അതേപോലെ തന്നെ നിയമത്തിന് മുന്നിൽ തുല്യ പരിരക്ഷ. ഇത് ഭരണഘടന ഉറപ്പു നൽകുകയാണ്. അവിടെ ശ്രദ്ധിക്കണം, പൗരർ എന്നല്ല പറഞ്ഞത്, വ്യക്തികളെന്നാണ്. ഈ രാജ്യത്തുള്ള വ്യക്തികൾക്ക്, അവർ പൗരരാകാം, പൗരരല്ലാതിരിക്കാം, അവർക്ക് നിയമത്തിന് മുന്നിൽ തുല്യതയും നിയമത്തിന് മുന്നിൽ പരിരക്ഷയും നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നു. അതേപോലെ തന്നെ ഒരു വ്യക്തിക്കും പ്രത്യേക ആനുകൂല്യം നൽകാൻ പാടില്ല എന്നതും കൃത്യമായി പറഞ്ഞു വച്ചിരിക്കുകയാണ്. ഇവിടെ ഭരണഘടന മതപരമായ ഒരു വിവേചനവും അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഭരണഘടനയ്ക്ക് നിരക്കാത്ത, ഭരണഘടനാ വിരുദ്ധമായ, നമ്മുടെ മതേതരത്വത്തിന് നിരക്കാത്ത, നമ്മുടെ മൗലികാവകാശങ്ങൾ ഹനിക്കുന്ന ഒരു നിയമമാണ് ഈ കൊണ്ടുവന്ന നിയമം. ഇവിടെ കുടിയേറ്റക്കാരായവരെ മുസ്ലിമെന്നും അമുസ്ലിമെന്നും രണ്ട് വിഭാഗമായി വേർതിരിക്കുകയാണ്. അങ്ങനെ മതപരമായ വിവേചനം നേരത്തെ മുതൽ RSSും സംഘപരിവാറും കൊണ്ടുനടക്കുകയാണ്. ആ മതപരമായ വിവേചനത്തെ നിയമപരമാക്കാനാണ് ഇത്തരമൊരു ഭേദഗതിയുമായി കേന്ദ്ര ഗവൺമെൻറ് വന്നത് എന്ന് നാം കാണണം. ഇത് ഇന്ത്യ എന്ന ആശയത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. ഇതിൻ്റെ ഭാഗമായി പറഞ്ഞ ദേശീയ പൗരത്വ രജിസ്റ്റർ, ആ ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ, ദേശീയ ജനസംഖ്യാ രജിസ്റ്ററാണ് NPR. അപ്പോൾ അതിനുള്ള ആദ്യ ചുവടുവെപ്പാണ്. അത് NPRനെ പറ്റി ഈ നിയമം വന്നപ്പോൾ വലിയ തോതിൽ എടുത്തു പറയുകയുണ്ടായി. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ അത് സെൻസസിൻ്റെ ഭാഗമാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമം നടന്നു. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ വേറെ, സെൻസസ് വേറെ. സെൻസസിനുമായി അതിന് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുമെന്നാണ്. അതിലൂടെ RSS നടപ്പാക്കുന്ന കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരലാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ തന്നെ നമ്മുടെ
കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് 2019 മെയ് 1 അദ്ദേഹം പറഞ്ഞത് ആദ്യം പൗരത്വ ഭേദഗതി ബിൽ പാസ്സാക്കും, പിന്നീട് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ അഭയാർത്ഥികൾക്കും ഇന്ത്യൻ പൗരത്വം നൽകും. പക്ഷേ അദ്ദേഹം പറഞ്ഞില്ല മുസ്ലിം ഒഴിവായിട്ടുള്ള അഭയാർത്ഥികളാണ്. അതിനുശേഷം NRC തയ്യാറാക്കും, ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കും. എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ മാതൃരാജ്യത്ത് നിന്ന് എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും പുറത്താക്കും, എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും കണ്ടെത്തി നാടുകടത്തും. ഇതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, കണ്ടെത്തി നാടുകടത്തും. പാർലമെന്റിൽ ഒന്നിലധികം തവണ ആഭ്യന്തരമന്ത്രിയുടെ പരസ്യമായ ഭീഷണി ഉയരുകയുണ്ടായി. മാത്രമല്ല ദേശീയ പൗരത്വ രജിസ്റ്റർ രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കും, ഒരു നുഴഞ്ഞുകയറ്റക്കാരനെയും വിടില്ല എന്നും പ്രഖ്യാപിച്ചു. പ്രഖ്യാപനങ്ങളുടെ ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. ആരെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് എല്ലാവർക്കും വ്യക്തമാണ്. ഇതാണ് നേരത്തെ തന്നെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു വെച്ചത്. ഈ നിയമം വന്നപ്പോൾ നമുക്ക് വലിയ തോതിൽ സംശയിക്കേണ്ടി വന്നില്ല കേരളത്തിന്. കാരണം ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു നാടാണിത്. ആ നാടിന് ഈ നിയമം അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യ പ്രതികരണം കേരളത്തിൻ്റെ ഭാഗത്തു തന്നെ ഉണ്ടായി. ഇത് ഭരണഘടനയുടെ അടിത്തറ തോണ്ടുകയാണ്, ഇത് മനുഷ്യത്വ വിരുദ്ധമായ ഒരു കാര്യമാണ്, ഭരണഘടനാ വിരുദ്ധമായ നിയമമാണ്. അതുകൊണ്ട് തന്നെ പൗരത്വ ഭേദഗതി നിയമമായാലും ദേശീയ പൗരത്വ രജിസ്റ്ററായാലും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററായാലും ഈ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ നമ്മുടെ നാടിന് കഴിഞ്ഞു. അത് ആദ്യമായി ചെയ്തത് നമ്മളായിരുന്നു, കേരളമായിരുന്നു. നമ്മുടെ രാജ്യത്ത് ഇത്തരമൊരു കിരാത നടപടി ഉണ്ടായപ്പോൾ ഒരു സംസ്ഥാനമെന്ന നിലക്ക് നമുക്ക് അതിനെതിരെ ആദ്യമേ തന്നെ പ്രതികരിക്കാൻ കഴിഞ്ഞു. പിന്നീട് പലരും ആ മാർഗം സ്വീകരിച്ചിട്ടുണ്ട് എന്നത് നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം നാം ശ്രദ്ധിക്കണം. ഇക്കാര്യത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുക, ഇതാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ച കാര്യം. എല്ലാവരും ചേർന്നുകൊണ്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുക. അതിൻ്റെ ഭാഗമായാണ് ആ ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതിൽ നാടിൻ്റെ പ്രതിപക്ഷമടക്കമുണ്ടായി. എല്ലാവരും ആ സംഗമത്തിൽ പങ്കുചേർന്നു. നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ വികാരം, അത് ഈ നിയമത്തോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒന്നായി ആ സംഗമം മാറി. അതിൻ്റെ തുടർച്ചയായി നിരവധി പ്രദേശങ്ങളിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഭരണഘടനാ സംരക്ഷണ യോഗങ്ങൾ നടന്നു. എല്ലാറ്റിലും വലിയ പങ്കാളിത്തമായിരുന്നു. നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ വെമ്പുന്ന ജനങ്ങൾ അവിടെ കൂട്ടമായി ഒഴുകിയെത്തി. അതോടൊപ്പം തന്നെ ഇവിടെ RSS അജണ്ട നടപ്പാക്കില്ല എന്ന പ്രഖ്യാപനം നമ്മുടെ നാട് ഒറ്റക്കെട്ടായി നടത്തുന്ന നിലയുണ്ടായി. തുടർന്ന് സർവകക്ഷി യോഗം ചേർന്നു. അവിടെയും അവസാനിച്ചില്ല, നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ചേർന്നു. ആ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ ഈ കാര്യത്തിലുള്ള പ്രമേയം, ഈ നിയമത്തിനോടുള്ള പ്രതിഷേധം, ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം നിയമസഭ ഏകണ്ഠമായി അംഗീകരിച്ചു. ഇതെല്ലാം ആദ്യം ചെയ്തത് നമ്മളാണ് എന്നോർക്കണം. ഒരു നിയമസഭ എന്ന നിലക്ക് ഈ കാര്യത്തിൽ ആദ്യം എതിർപ്പ് രേഖപ്പെടുത്താൻ തയ്യാറായത് കേരള നിയമസഭയാണ്. അവിടെയും നിർത്തിയില്ല. രാജ്യത്തെ BJP ഇതര മുഖ്യമന്ത്രിമാർക്കെല്ലാം കേരള മുഖ്യമന്ത്രി കത്തയച്ചു. ഈ കാര്യത്തിൽ
നാം എല്ലാം ഒന്നിച്ചു നിൽക്കേണ്ടതാണ്. ഇത് മതനിരപേക്ഷ തർക്ക നീക്കമാണ്. ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും കത്തുകൾ അയച്ചു. മാത്രമല്ല, ഇതൊരു നിയമമായതുകൊണ്ട്, അത് ഭരണഘടനാ വിരുദ്ധമായതുകൊണ്ട് ആ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സ്യൂട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുൻപാകെ കേരള സർക്കാർ ഫയൽ ചെയ്തു. അതും ഒരു സർക്കാർ എന്ന നിലക്ക് ആദ്യം കേരള സർക്കാരാണ് ആ നടപടി എടുക്കുന്നത്. നമ്മുടെ അതിനുശേഷം നടന്നിട്ടുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ പലരും പങ്കാളികളായിട്ടുള്ളതാണ്. ആ ഘട്ടത്തിലായിരുന്നു മഞ്ചേശ്വരം മുതൽ പാറശാല വരെ നമ്മുടെ കേരളത്തിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള മനുഷ്യ ചങ്ങല തീർത്തത്. അതിൽ ജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു, കേരളത്തിൻ്റെ വികാരം പ്രകടിപ്പിക്കുന്ന രീതിയിൽ. ഏകോദര സഹോദരങ്ങളാണ് ഞങ്ങൾ, ഞങ്ങളെ ഭിന്നിപ്പിക്കുന്നത് അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് ആ മനുഷ്യ ചങ്ങലയിലൂടെ രാജ്യത്തിനു മുന്നിലും ലോകത്തിനു മുന്നിലും കേരളം എന്ന സംസ്ഥാനം അവതരിപ്പിച്ചത്. ഇവിടെ എന്തിനാണ് ഇത്രയും നടപടികൾ നാം സ്വീകരിച്ചത്? ഒന്നിനു പുറകെ ഒന്നായി പല നടപടികൾ. രാജ്യത്തെ അവസ്ഥ നാം കാണണം. ഈ നിയമം ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതം, അതിൻ്റെ ഭാഗമായി ഭയത്തിൽ ആശങ്കയിൽ, ഉത്കണ്ഠയിൽ, ഭീതിയിൽ കഴിയുന്ന ലക്ഷോപലക്ഷമല്ല കോടാനുകോടി ജനങ്ങൾ ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ? എന്താകും ഭാവി? തലമുറകളായി ഈ മണ്ണിൻ്റെ സന്തതികൾ, അവർക്ക് വല്ലാത്ത ആശങ്കയും ഭീതിയും ഉയരുന്നു. ആ ജനവിഭാഗങ്ങളെ കണ്ടുകൊണ്ടാണ് അങ്ങനെ ഭീതിയിൽ കഴിയുന്ന, ആശങ്കയിൽ കഴിയുന്ന ജനകോടികളോട് നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങളുടെ കൂടെ, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന പ്രഖ്യാപനമായിരുന്നു കേരളം ആ ഘട്ടത്തിൽ നടത്തിയത്. അതും നമ്മുടെ അനുഭവത്തിൽ ഉള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ ഭാഗമായി വേറൊരു കാര്യവും കൂടി ഓർത്തു പോകുന്നത് നാം നല്ലതാണ്. പലതും ഓർക്കുന്ന ഘട്ടമായതുകൊണ്ട് അതുകൂടി പറഞ്ഞു പോകുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ കരുതുന്നത്. അതായത്, ഇക്കാര്യത്തിൽ സ്വീകരിച്ച സമീപനം, എല്ലാവരും ഒന്നിച്ച് സമീപനം സ്വീകരിച്ചു എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇടതുപക്ഷവും കോൺഗ്രസും വ്യത്യസ്ത സമീപനമാണ് പിന്നീട് സ്വീകരിക്കുന്നതായി കണ്ടത്. ഇടതുപക്ഷം എല്ലാ ഘട്ടത്തിലും ഒരേ സമീപനം തന്നെ. പക്ഷേ ഈ പറയുന്ന പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി ആത്മാർത്ഥതയോടെ അണിനിരക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്നത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. ഒരു രാഷ്ട്രീയ വിമർശനമായി ഉയർത്തുന്ന കാര്യമല്ല ഞാൻ, നമ്മുടെ അനുഭവം പങ്കിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കേരളത്തിലെ ആദ്യഘട്ടത്തിൽ യോജിച്ചാണ് നടപടികൾ സ്വീകരിച്ചത്. പക്ഷേ പെട്ടെന്ന് ചുവട് മാറ്റി. യോജിച്ച് പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു, യോജിച്ച് നിലപാടെടുത്തു, യോജിച്ച് നിയമസഭയിൽ പ്രമേയം പാസാക്കി. ഈ നിലപാട് മാറുമ്പോൾ അത് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ അപക്വമായ നിലപാട് കാരണമല്ലല്ലോ. ഒരു സംസ്ഥാനത്തെ ഒരു പാർട്ടിയുടെ അപക്വമായ നിലപാട് കൊണ്ടും വരുന്നതല്ലോ. കാരണം കോൺഗ്രസ് എന്ന പാർട്ടി രാജ്യത്തുള്ള പ്രധാന പാർട്ടിയല്ലേ. അപ്പോൾ രാജ്യത്ത് അവർക്കൊരു നിലപാടുണ്ടാവുമല്ലോ. രാജ്യത്തുള്ള നിലപാടിന് വിരുദ്ധമാണ് നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് എന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് പറഞ്ഞായിരിക്കില്ലേ ഇവിടെയുള്ള നിലപാട് മാറ്റിച്ചത്? അതിൻ്റെ ഭാഗമായല്ലേ അന്ന് KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നയാൾ
ഈ നിയമസഭാ പ്രമേയത്തെ പരിഹസിക്കാൻ തയ്യാറായത്? ഒരു നിയമസഭാ പ്രമേയം പാസ്സാക്കിയതിൽ മുഖ്യമന്ത്രി വലിയ തോതിൽ മേനി നടിക്കുകയാണ്. ഒരു നിയമസഭാ പ്രമേയം പാസ്സാക്കിയത് കൊണ്ട് രാജ്യം പാസ്സാക്കിയ നിയമം ഇല്ലാതാകുമോ? ഇല്ലാതാകില്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. എന്താണത് കാണിക്കുന്നത്? ചരിത്ര നിഷേധം. ചരിത്രത്തിൽ രാജ്യത്തും ലോകത്തും ഒരുപാട് കിരാത നടപടികൾ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അതിനെതിരെ വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉയർന്നിട്ടുണ്ട്. ആ പ്രതിഷേധങ്ങൾ ഒട്ടേറെ കാര്യങ്ങളിൽ ഫലം കണ്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയുടെ ഇപ്പോഴത്തെ കേരളത്തിലെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നയാൾ നിയമസഭ പ്രമേയം പാസ്സാക്കിയതുകൊണ്ട് കേന്ദ്ര നിയമം ഇല്ലാതാകില്ല എന്ന് പറയുന്നത് നേരത്തെയുള്ള ബഹുജന പ്രക്ഷോഭങ്ങളുടെ ചരിത്രം നിഷേധിക്കുന്ന ഒന്നായിപ്പോയി. ഇവിടെ യോജിച്ച പ്രക്ഷോഭത്തിന് ഞങ്ങളില്ല എന്നും കോൺഗ്രസ് വ്യക്തമാക്കി. അതേവരെയെല്ലാം യോജിച്ച് നടന്നത് പിന്നെ ഞങ്ങളില്ല എന്ന നിലപാടെടുത്തു. അതോടൊപ്പം ആ യോജിച്ച പ്രക്ഷോഭത്തിൽ പലരും പങ്കെടുക്കാൻ തയ്യാറായി. കോൺഗ്രസ്സുകാർ തന്നെ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം പങ്കെടുത്തു. അങ്ങനെ പങ്കെടുത്ത ആളുകൾക്ക് നേരെ സംഘടനാ തലത്തിൽ നടപടിയെടുത്തു. എന്താണ് അത്ര വലിയ വാശി വരാൻ കാരണം? ഈ നിലപാട് ആരെയാണ് സഹായിക്കുക? നമ്മുടെ രാജ്യം ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കുകയാണല്ലോ. ആ പ്രതിഷേധം ശക്തിപ്പെടുത്താനാണോ സഹായിച്ചത്? ആ പ്രതിഷേധം കണ്ടില്ലെന്നടിച്ച് ആ നിയമ ഭേദഗതി എന്തോ പവിത്രമായ കാര്യമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ കരങ്ങളല്ലേ ഈ നിലപാടിന്റെ ഭാഗമായി ശക്തിപ്പെടുത്താൻ ഇടയായത്? ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ നിയമ ഭേദഗതി പാസ്സാക്കിയത് 2019 ഡിസംബർ 2-ാം വാരത്തിലായിരുന്നു. ആ പാസ്സാക്കിയ ഉടനെ തന്നെ അതിനെതിരെ കടുത്ത പ്രതിഷേധമുയർന്നു. രാജ്യവ്യാപകമായി പ്രതിഷേധമുണ്ടായി. ഡിസംബർ 10-ന് ജനങ്ങൾ രാജ്യത്താകെ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നാം കണ്ടത്. പക്ഷേ ആ ദിവസം നമ്മുടെ കോൺഗ്രസ് എംപിമാർ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? കേരളത്തിൽ നിന്ന് മഹാഭൂരിഭാഗമായിരുന്നല്ലോ അന്ന് കോൺഗ്രസ് എംപിമാർ. അവര് ഈ ദിവസം ജനങ്ങളാകെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ദിവസം കോൺഗ്രസ് അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ണുകയായിരുന്നു. ആരെയും ഈ പറയുന്ന പ്രതിഷേധത്തിൽ കണ്ടില്ല. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി ആ സമയം വിദേശത്ത്, ഇവിടെ ഉണ്ടായില്ല. ഡൽഹിയിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭമുയർന്നു വന്നു. ആ പ്രക്ഷോഭത്തിൽ വലിയ തോതിൽ ആളുകൾ പങ്കെടുത്തു. നമ്മുടെ ഇടതുപക്ഷ പാർട്ടികളുടെ പ്രമുഖരായ നേതാക്കളെല്ലാം ആ പ്രക്ഷോഭത്തിലുണ്ടായി. ഇവിടെ നമ്മുടെ വയനാട് സ്ഥാനാർത്ഥി വാനി രാജ ഇത്തരം കാര്യങ്ങളിൽ എല്ലാ ഘട്ടത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിഷേധത്തോടൊപ്പം ചേർന്ന വ്യക്തിത്വമാണ്. അതുപോലെ ആ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കൂട്ടത്തിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPIയുടെ ജനറൽ സെക്രട്ടറി D രാജ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, നമ്മുടെ നാട്ടിൽ നിന്നുള്ള CPI MP
ബിനോയ് വിശ്വം, ഇങ്ങനെ ഒരുപാട് ആളുകൾ, ഇടതുപക്ഷത്തിൻ്റെ പ്രധാനികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ ആ വഴിക്ക് എവിടെയെങ്കിലും ആർക്കെങ്കിലും കാണാൻ കഴിഞ്ഞോ? എന്തേ അവർ ഒഴിഞ്ഞു നിൽക്കാൻ കാരണം? ലോക്സഭ ഒരാളേ ഉള്ളൂ ഇടതുപക്ഷത്തിന് ആ ഘട്ടത്തിൽ, അത് ആലപ്പുഴയിലുള്ള ലോക്സഭാംഗം ആരിഫ്. പക്ഷേ ആ ഒരാളുടെ ശബ്ദം വലിയ തോതിൽ ഉയർന്നു. ആ ഒരാളെ ശബ്ദം ഉയർത്താനുണ്ടായുള്ളൂ. മറ്റുള്ളവരോ സാങ്കേതികമായി ഇതിനെതിരാണെന്ന് പറയും, പിന്നെ പോയൊരു മൂലയിൽ ഒളിക്കും. അവരുടെ ശബ്ദം പൊങ്ങിയില്ല. രാജ്യസഭ ആകെ തെരുവിൽ, രാജ്യസഭയിലെ ഇടതുപക്ഷ അംഗങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചു. എളമരം കരീമും ബിനോയ് വിശ്വവും കെ രാഗേഷുമെല്ലാം ആ ഘട്ടത്തിൽ രാജ്യസഭാ അംഗങ്ങളാണ്. അവരെല്ലാം ശക്തമായി തന്നെ ഈ പ്രതിഷേധ നിരയിലുണ്ടായി. വലിയ എതിർപ്പ് ഈ നിയമത്തിന് എതിരെ കൊണ്ടുവന്നു. അതിന് ഭേദഗതി നിർദ്ദേശിച്ചു. ബില്ല് വോട്ടിനിടണം എന്ന് നിർദ്ദേശിച്ചു. 2020 ജനുവരി ആയപ്പോൾ ഡൽഹിയിൽ പ്രക്ഷോഭം കനത്തു. ആ ഘട്ടത്തിലും കോൺഗ്രസ് എംപിമാരെ ആരെയും കാണാനില്ല. അവിടെയും ഓടിയെത്തിയത് ഇടതുപക്ഷ നേതാക്കളും ഇടതുപക്ഷ എംപിമാരുമാണ്. വടക്ക് കിഴക്കൻ ഡൽഹിയിൽ കലാപം. ഈ പ്രക്ഷോഭങ്ങളിൽ സഹികെട്ട സംഘപരിവാർ ആ പ്രക്ഷോഭകർക്ക് നേരെ നടപടികൾ എടുക്കാൻ തയ്യാറായി. വടക്ക് കിഴക്കൻ ഡൽഹിയിൽ രൂക്ഷമായ കലാപം. 53 പേരാണ് കൊല ചെയ്യപ്പെട്ടത്. ആ കലാപത്തിൽ നിരവധി പേരെ കാണാതായി. 100 കണക്കിന് ആളുകൾക്ക് പരിക്കുപറ്റി. അനവധി മുസ്ലിം കുടുംബങ്ങൾക്ക് വീട് വിട്ട് പോകേണ്ടി വന്നു. മുസ്ലിം വീടുകൾ, കടകൾ, സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എല്ലാം ആക്രമിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. നമ്മുടെ രാജ്യത്ത് ഭരണഘടനാ വിരുദ്ധമായൊരു നിയമ ഭേദഗതി വന്നു. അതിനെതിരെ പ്രക്ഷോഭം നടത്തിയപ്പോൾ ആ പ്രക്ഷോഭം നടത്തിയവർക്കെതിരെ വലിയ കടന്നാക്രമണമാണ് സംഘപരിവാർ നടത്തിയത്. ഇവിടെ ആ സംഘപരിവാർ നടത്തിയ കടന്നാക്രമണത്തിന് മൗനാനുവാദം കേന്ദ്ര സർക്കാർ നൽകി. ഇതിനെതിരെ ആ ഘട്ടത്തിലും ഇടപെട്ടത് ഇടതുപക്ഷ നേതാക്കൾ തന്നെയാണ്. കലാപത്തിനിരയായവർക്ക് സുരക്ഷയൊരുക്കണമെന്നും നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും ഇടതുപക്ഷ നേതാക്കളും പാർലമെന്റ് അംഗങ്ങളും ആവശ്യപ്പെട്ടു. നമ്മുടെ പ്രസിദ്ധമായ സർവകലാശാലയാണ് ജാമിയ മിലിയ. അവിടെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വലിയ പ്രക്ഷോഭം വിദ്യാർത്ഥികൾ നടത്തി. വിദ്യാർത്ഥികളെ വേട്ടയാടിക്കൊണ്ടാണ് പോലീസ് രംഗത്ത് വന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഷഹീൻ ബാഗിൽ സമരം നടന്നു. അവിടെ സാമൂഹ്യ വിരുദ്ധർ പോലീസിൻ്റെ ഒത്താശയോടെ ആക്രമണം അഴിച്ചുവിട്ടു. അവിടെയും ഇടതുപക്ഷ നേതാക്കളാണ് ഓടിയെത്തിയത്. ഈ ഘട്ടത്തിലെല്ലാം കോൺഗ്രസ് കുറ്റകരമായ മൗനം പാലിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിൻ്റെ അത്യന്തം പ്രകോപനപരമായ പ്രസംഗം. ഇവരെ വെടിവെച്ചു കൊല്ലൂ എന്ന കലാപാഹ്വാനം ഒരു കേന്ദ്രമന്ത്രിയിൽ നിന്ന് ഉണ്ടായി. ആ മന്ത്രിക്കെതിരെ കോടതിയെ സമീപിച്ചത് വൃന്ദാക്കാരാട്ടും ഡൽഹിയിലെ CPIM സംസ്ഥാന സെക്രട്ടറിയുമാണ്. ഡൽഹി കലാപം കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടി സാധാരണ കലാപത്തിനിരയായവർക്ക് സുരക്ഷയൊരുക്കുകയാണല്ലോ ചെയ്യുക. അവരുടെ കൂടെയാണല്ലോ നിൽക്കേണ്ടത്. ഇവിടെ തിരിച്ചാണുണ്ടായത്. കലാപം നടത്തിയവർക്ക് എല്ലാ പിന്തുണയും, കലാപത്തിനിരയായവരെ വിവിധ രീതിയിൽ പീഡിപ്പിക്കുക, നിരപരാധികളായ ഒട്ടേറെ ഇരകളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അന്നത്തെ ആ കുറ്റപത്രത്തിൽ CPIM ജനറൽ സെക്രട്ടറി
സീതാറാമിൻ്റെ പേര് പോലീസ് ഉൾപ്പെടുത്തി. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പേര് ആ പട്ടികയിൽ എവിടെയെങ്കിലും കാണാൻ കഴിഞ്ഞോ? ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവം. ഇപ്പോൾ ഇതെല്ലാം പണ്ട് നടന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിയമം വന്നപ്പോൾ എങ്ങനെ രാജ്യവും കേരളവും പ്രതിഷേധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ചട്ടം, നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ചട്ടം വന്നു. ആ ചട്ടം വന്നപ്പോഴോ കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ നിലപാടുണ്ടോ? ദേശീയ തലത്തിൽ നിലപാട് പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് ഇതേവരെ കഴിഞ്ഞോ? കോൺഗ്രസ് പാർട്ടിയെ നിലക്ക് പ്രതികരണമില്ല. കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എന്ന നിലക്ക് പ്രതികരണമില്ല. ധാരാളം പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ഒരു യാത്ര, ഭാരത് ജോഡോ ന്യായ് യാത്ര രാഹുൽ ഗാന്ധി നടത്തി. ഇതിനെക്കുറിച്ച് മാത്രം ശബ്ദമേയില്ല, ഒന്നും പ്രതികരിച്ചില്ല. അവസാനവും സമാപന ദിവസവും ഒരു പ്രതികരണവും ഇല്ല. കോൺഗ്രസിൻ്റെ അധ്യക്ഷനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്താണ് ഈ ചട്ടം വന്നല്ലോ, നിങ്ങളുടെ പ്രതികരണം? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ആലോചിച്ച് പറയാം. ഈ ചട്ടം വന്ന ഉടനെയല്ല ചോദിക്കുന്നത്. ചട്ടം വന്ന് ദിവസങ്ങൾ കഴിഞ്ഞു, രാജ്യം മുഴുക്കെ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു, പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. അപ്പോഴും ആലോചനയിലാണ്, ആലോചിക്കട്ടെ എന്നാണ്. കൂടെ നിൽക്കുന്നുണ്ട് സംഘടനാ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ. അദ്ദേഹം ചിരിക്കുന്നു, ഗാർഗെയും ചിരിക്കുന്നു. മാധ്യമപ്രവർത്തകരെ നോക്കി. നിങ്ങൾ മാധ്യമപ്രവർത്തകരോടാണ് ചിരിച്ചതെങ്കിലും ഈ രാജ്യത്തിന് മുന്നിലാണല്ലോ ആ ചിരി. എപ്പോഴാണ്? കോടാനുകോടി ജനങ്ങൾ മനസ്സിൽ തീ തിന്നുന്ന ഘട്ടം. അവരത്യന്തം ഭയപ്പാടിൽ, ഉത്കണ്ഠയിൽ, എന്താകും ഭാവി എന്ന് ചിന്തിച്ചുകൊണ്ട് വേദന തിന്നുകൊണ്ട് കഴിയുന്നു. അവരെ നോക്കിയാണ് നിങ്ങൾ ചിരിച്ചത് എന്ന് അവർ മനസ്സിലാക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ ഇത്തരത്തിലുള്ള അവ്യക്തത ഇവർക്കെല്ലാം ഉണ്ടായെങ്കിലും രാജ്യത്ത് ഇടതുപക്ഷത്തിൽ ഒരു ഘട്ടത്തിലും അവ്യക്തതയുണ്ടായില്ല. കേരളത്തിൽ LDFനോ LDF സർക്കാരിനോ ഒരു ഘട്ടത്തിലും ഒരു തരത്തിലുള്ള സംശയവും ഉണ്ടായില്ല. വ്യക്തതയാർന്ന നിലപാടുമായി, ശക്തമായ നിലപാടുമായാണ് ഇവിടെ LDFും സംസ്ഥാന സർക്കാരും നിലകൊണ്ടത്. മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരരാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള നടപടി. സംഘപരിവാർ നാം കാണേണ്ടത് അവർ ഹിന്ദു രാഷ്ട്രവാദമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. മതാധിഷ്ഠിത രാഷ്ട്രം എന്നതാണ് RSSൻ്റെ സമീപനം. RSS ജന്മം കൊണ്ടിട്ട് ഈ അടുത്ത വർഷം 2025 100 വർഷം തികയുകയാണ്. അപ്പോൾ 100 വർഷം തികയുമ്പോൾ അവരുടെ കടുത്ത വർഗീയ ലക്ഷ്യം നേടണം എന്ന് RSS ആഗ്രഹിക്കുന്നു. അതിനാണ് ഇപ്പോഴുള്ള ഈ നടപടികൾ എന്നത് നാം കാണണം. ഇവിടെ ഭരണഘടന രൂപം നൽകിയപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ RSS അതിനെതിരെ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അന്ന് ഭരണഘടനയെപ്പറ്റി ഓർഗനൈസർ ഒരു മുഖപ്രസംഗം എഴുതി. ആ മുഖപ്രസംഗത്തിൻ്റെ എല്ലാ ഭാഗവും ഞാനിപ്പോൾ വിശദമാക്കുന്നില്ല. പക്ഷേ ആ ഭരണഘടനയിൽ നമ്മുടെ രാജ്യത്തെ മനുവിൻ്റെ നിയമങ്ങൾ ഇല്ല എന്നതിൽ വലിയ പ്രതിഷേധമാണ് ഓർഗനൈസർ രേഖപ്പെടുത്തിയത്. മനുവിൻ്റെ നിയമങ്ങൾ സ്പാർട്ടയിലെ ലൈക്കർഗസിനും പേർഷ്യയിലെ സോളനും മുൻപുള്ളതാണ്. ഈ ദിവസം വരെയും മനുസ്മൃതിയുടെ നിയമങ്ങൾ ലോകത്തിൻ്റെ മുഴുവൻ പ്രശംസക്ക് പാത്രമായി. എന്നാൽ നമ്മുടെ ഭരണഘടനാ പണ്ഡിതർക്ക് അതൊന്നും ഒന്നുമല്ലായിരുന്നു. RSSൻ്റെ ഭരണഘടനയ്ക്കെതിരെയുള്ള വിമർശനം 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അന്തിമ അംഗീകാരം നൽകിയതിന് ശേഷം നവംബർ 30 ഓർഗനൈസർ പുറത്തിറക്കിയ മുഖപ്രസംഗത്തിലാണ് ഈ എതിർപ്പ് രേഖപ്പെടുത്തിയത്.
സവർക്കർ ഇതേ നിലപാട് തന്നെ ആവർത്തിച്ചു. സവർക്കർ പറഞ്ഞു, ഒരു വാചകയെ ഞാൻ ഉദ്ധരിക്കുന്നുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. മനുസ്മൃതി തന്നെയാണ് ഹിന്ദു നിയമം. ഭരണഘടന എതിർത്തുകൊണ്ട് അവസാനം പറയാണ് മനുസ്മൃതി തന്നെയാണ് ഹിന്ദു നിയമം. ദീനദയാൽ ഉപാധ്യായും ഇത് തന്നെ ആവർത്തിച്ചു. പാശ്ചാത്യരെ അനുകരിച്ചുള്ള ഭരണഘടനയാണ്. ഈ ഭരണഘടന വ്യക്തികളും സമൂഹവും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച ഇന്ത്യൻ ധാരണകളിൽ നിന്ന് തീർത്തും വേർപിരിഞ്ഞതാണ്. അപ്പോൾ സംഘപരിവാറിൻ്റെ വർഗീയ ലക്ഷ്യത്തിലേക്ക് അവരങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നാം കാണേണ്ടത്. ഇവിടെ ഒരു കാര്യം കൂടി നാം ശ്രദ്ധിച്ചു പോകേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ സത്യദീപം എന്നൊരു പ്രസിദ്ധീകരണം ഒരു മുഖപ്രസംഗം എഴുതുകയുണ്ടായി. എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു. അത് ക്രൈസ്തവ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമാണ്. ആ പ്രസിദ്ധീകരണത്തിൽ ക്രൈസ്തവ സഭകൾ എങ്ങനെ ഇതിനെ കാണുന്നു എന്നതിൻ്റെ പ്രതികരണമാണ് ഉണ്ടായത്. ഈ നീക്കങ്ങൾ ഏത് രീതിയിൽ ഉദ്ദേശിക്കുന്നുവെന്നത് അവരതിലെടുത്തു പറഞ്ഞത് ഏകീകൃത സിവിൽ കോഡിനെ പറ്റിയാണ്. നമ്മുടെ രാജ്യത്ത് വിവിധങ്ങളായ വ്യക്തി നിയമങ്ങളുണ്ട്, വിവിധ വിഭാഗങ്ങൾ. അതെല്ലാം ഏകീകരിക്കുക എന്ന് പറയുമ്പോൾ നാനാത്വത്തെ നിഷേധിക്കലാണ്. നാനാത്വത്തിലുള്ള ഏകത്വമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. ആ നീക്കത്തെ, ആ നടപടിയെ ശക്തമായി അപലപിച്ചുകൊണ്ടുള്ള നടപടി ആ പ്രസിദ്ധീകരണത്തിൻ്റെ ഭാഗമായി വന്നു. അതോടൊപ്പം ഒരു കാര്യവും കൂടി പറഞ്ഞു, ഇത് മുസ്ലിമിനെതിരെയുള്ള നടപടിയാണ് എന്ന് മാത്രം കാണേണ്ടതില്ല, എല്ലാവർക്കും എതിരെ വരുന്ന നടപടിയായിട്ട് വേണം ഇതിനെ കാണാൻ എന്നുകൂടി അവർ പറഞ്ഞു വെച്ചു. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. ഭരണഘടന ഉറപ്പു നൽകുന്ന കാര്യങ്ങളാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശം. എന്നാൽ ഇവിടെ ഈ നിയമത്തിലൂടെ മുസ്ലിങ്ങളുടെ പൗരാവകാശം എടുത്തു കളയാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതിനുള്ള ടൂളുകളാണ് പൗരത്വ ഭേദഗതി നിയമവും ദേശീയ പൗരത്വ രജിസ്റ്ററും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും. സംഘപരിവാറിൻ്റെ വർഗീയ ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള പോരാട്ടം അതിശക്തമായാണ് നമ്മുടെ നാട് ഏറ്റെടുത്തിട്ടുള്ളത്. ആ പോരാട്ടം നമുക്ക് തുറന്നു കൊണ്ടുപോകാൻ കഴിയണം. ഈ പോരാട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം ഇടതുപക്ഷവും ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയവും ഇടതുപക്ഷത്തിൻ്റെ സമീപനവുമാണ് എന്നത് ജനങ്ങൾ പൊതുവെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ പോരാട്ടം ഇനിയും തുടരേണ്ടതായിട്ട് വരും. ഒരു കാര്യം അസന്ദിഗ്ധമായി വ്യക്തമാക്കുകയാണ്, ആ പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ LDF സർക്കാരുണ്ടാകും. എന്ത് ത്യാഗം സഹിച്ചും പോരാട്ടം തുടരും. ഒരു കാരണവശാലും ഇവരുടെ മുന്നിൽ മുട്ടുമടക്കില്ല, നിശബ്ദരാകുകയുമില്ല. മറ്റ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കടക്കുന്നില്ല. അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.